ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തലക്കാട് ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് ഗ്രാമോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വാർഡിന്റെ സാംസ്കാരിക പൈതൃകവും വികസന മുന്നേറ്റവും വിളിച്ചോതുന്നതായിരുന്നു ഗ്രാമോത്സവം. ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക ഘോഷയാത്ര ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കട്ടച്ചിറയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര വാർഡിന്റെ പ്രധാന കേന്ദ്രമായ തലക്കാട് ഹെൽത്ത് സെന്റർ പരിസരത്ത് സമാപിച്ചു. നാടിന്റെ തനത് കലാരൂപങ്ങളും സാംസ്കാരിക ദൃശ്യങ്ങളും അണിനിരുന്ന ഘോഷയാത്ര ഗ്രാമോത്സവത്തിന് ആവേശമായി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ശ്രീ അഷ്റഫ് വൈലത്തൂർ ഉദ്ഘാടനം ചെയ്തു. ജനകീയ കൂട്ടായ്മയിലൂടെ വാർഡിന്റെ സമഗ്ര വികസനം സാധ്യമാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഗ്രാമോത്സവം കരുത്തു പകരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ഹമീദ് വെള്ളേരിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ അബ്ദുൽ ഹമീദ് ടി കെ സ്വാഗതം ആശംസിച്ചു. മോഹൻദാസ് കെ പി കെ അബ്ദുൽ ലത്തീഫ്, അബൂബക്കർ കട്ടച്ചിറ, ഉസ്മാൻ ഹാജി, കോട്ടയിൽ ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. ഉമ്മർ പുലിക്കൽ നന്ദി പ്രകാശിപ്പിച്ചു. വാർഡിൽ പൂർത്തിയാക്കിയ വിവിധ വികസന പദ്ധതികളെ കുറിച്ചുള്ള വീഡിയോ പ്രസന്റേഷൻ പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചു. ഈ വികസന കാഴ്ചകൾ ജനങ്ങളിൽ വലിയ ആവേശമുണ്ടാക്കി. പരിപാടികളോടനുബന്ധിച്ച് വിവിധതരം നൃത്തനൃത്യങ്ങൾ, മാപ്പിള കലാരൂപങ്ങൾ, ഗാനസന്ധ്യ എന്നിവയടങ്ങുന്ന കലാപരിപാടികൾ അരങ്ങേറി. കലാകാരന്മാരും വാർഡിലെ പ്രതിഭകളും അണിനിരന്ന കലാവിരുന്ന് കാണികൾക്ക് വേറിട്ടൊരനുഭവമായി. വരണ്ട അവിടെ പോട്ടെ 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 വരും വരും. ബോത്തിനൊക്കെ പിന്നെ നോക്കാം, അത് അവിടെ ഉള്ളത് തന്നെയാണ്.
ഈ സമയത്ത് നമ്മളൊരു ഗ്രാമോത്സവം സംഘടിപ്പിക്കുകയാണ്. കുട്ടികളുടെ എല്ലാ കലാപരിപാടികളൊക്കെ ഇവിടെ നടക്കും. ചെയ്ത പ്രവർത്തനങ്ങൾ ചെറിയ രൂപത്തിൽ ഞങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കിട്ടിയ ഫണ്ട് കൊണ്ട് പരമാവധി നമ്മൾ ഈ വാർഡിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, വളരെ 10-30 വർഷമായിട്ട് വാടക കെട്ടിടത്തിലായിരുന്ന അംഗനവാടിക്ക് സ്വന്തമായി കെട്ടിടം നമുക്ക് ലഭിച്ചു. അതേപോലെ നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു വാലില്ലാപ്പുഴക്ക് തടവണ എന്നുള്ള അതിന് ഷട്ടിൽ എന്നുള്ള ഒരു പരിപാടി. അതും നമുക്ക് നമ്മുടെ ഇടപെടലും മൂലം ഇറിഗേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഭരണസമിതി അതിന് ഫണ്ട് കണ്ടെത്തുകയും അത് സാധിപ്പിച്ചു തരികയും ചെയ്തു. അതേപോലെ തന്നെയാണ് നമ്മളെ സബ് സെൻറ്റർ വളരെ മോശമായ രീതിയിലായിരുന്നു. അതിനും പുതിയ കെട്ടിടമായി, അതും നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. അതും ആരോഗ്യവകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് ഇന്ദിരാനഗർ റെയിൽവേ ലിങ്ക് റോഡ്. റെയിൽവേയുടെ അംഗീകാരം കിട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. 3 പ്രാവശ്യം റെയിൽവേ അത് റിജക്റ്റ് ചെയ്തു ഈ പരിപാടി. എന്നിട്ട് പല ആളുകളെയും കണ്ട് അത് വീണ്ടും പ്രസ് ചെയ്ത് സാധിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു. 3-ാം വാർഡിൻ്റെ ഗ്രാമോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മെമ്പറെ, ഈ ഗ്രാമം, ഈ വാർഡ് എത്രത്തോളം നെഞ്ചേറ്റുന്നുണ്ട് എന്ന് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഈ വാർഡിൽ സ്ക്വാഡ് പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിൽ ഞങ്ങൾ ജനങ്ങളെ കേൾക്കുക എന്ന ഞങ്ങളുടെ പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ആ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നടത്തിയത്. അപ്പം ഞങ്ങൾ ഓരോരോ വീട്ടിലും കയറിയിട്ട് ഈ മെമ്പർ ഇനി നിൽക്കേണ്ടതുണ്ടോ എന്ന് ഓരോരുത്തരോടും ഓരോ വീട്ടിൽ കയറിയിട്ടും ഞങ്ങൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ എന്താണ് അയാൾക്കൊരു കുറവ്, അയാൾ തന്നെ നിൽക്കട്ടെ എന്നുള്ള അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു മെമ്പറുടെ 5 വർഷക്കാലത്തെ പ്രവർത്തനം അവസാനിക്കുന്ന മുഹൂർത്തത്തിൽ ഗ്രാമവാസികളെ എല്ലാവരെയും ഒന്നിച്ചു വിളിച്ചുകൂട്ടി ഒരു ഉത്സവം നടത്തുക എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം ആ മെമ്പർക്ക് ഉണ്ട് എങ്കിൽ ആ മെമ്പർ അയാളെ കൊണ്ട് കഴിയാവുന്ന സാധ്യമാകുന്ന പ്രവൃത്തികൾ നടത്തിയത് കൊണ്ടാണ് 5 വർഷം പൂർത്തിയാകുമ്പോൾ മുഴുവൻ ആളുകളോടും ഒരു ഗ്രാമോത്സവത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം, ഇന്ന് നമ്മുടെ ഗ്രാമത്തിൻ്റെ ഉത്സവമാണ്, ഈ വാർഡിൻ്റെ ഉത്സവമാണ് എന്ന് ആ മെമ്പർക്ക് ആളുകളോട് പറയാൻ സാധിക്കുന്നത് 5 വർഷക്കാലം ആളുകളോട് നീതി പുലർത്തി പ്രവർത്തിച്ചതിൻ്റെ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ രാജ്യത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഗ്രാമങ്ങളാണ് എന്നായിരുന്നു മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ചത്. സ്വാശ്രയമുള്ള ഗ്രാമങ്ങൾ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സങ്കല്പം. ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ സ്വയം പര്യാപ്തതയുണ്ടാവണം.
ആ ഗ്രാമത്തിലുള്ള ആവശ്യങ്ങൾ എല്ലാവരും അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടണം. അവിടെ എല്ലാവരും വരുമാനമുള്ള ആളുകളാവണം. സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ എല്ലാവർക്കും വരുമാനമുള്ള കുടുംബങ്ങളായിരിക്കണം. ഈ 3-ാം വാർഡിലെ ബഹുമാനപ്പെട്ട ഹമീദ് സാഹിബ് മെമ്പർ സഹോദരങ്ങൾ, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ, ദരിദ്രരുടെ പ്രശ്നങ്ങൾ, ധനവാന്മാരുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം രോഗികളുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കി തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമൂഹം, ഒരു സമുദായമാണ് നിങ്ങൾ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ കുറിക്കുന്നത്. ഒരിക്കലും ഒരു മെമ്പർക്കും ചെയ്യാൻ പറ്റാത്ത ഒട്ടേറെ കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാർഡിന് വേണ്ടിയിട്ട് ഇത്രമാത്രം രാവും പകലും പിന്നെ ജാതി മത ഭേദമന്യേ ഏത് സമയത്തും വിളിച്ചാൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിട്ടുള്ള ഒരു മെമ്പറാണ് ഹമീദ്. പക്ഷേ ഏതൊരു ആവശ്യത്തിനും ചെറുതായാലും വലുതായാലും ആ ആവശ്യങ്ങൾക്ക് എപ്പോഴും നമ്മളോടൊപ്പം ഇത്രയും കാലം ആര് തന്നെ ഉണ്ടായിട്ടും ഇതുപോലെ ഒരു മെമ്പറെ നമുക്ക് ഉണ്ടായിട്ടില്ല. മെമ്പർക്ക് ഇനിയും ഇതുപോലെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇനിയും ഒരുപാട് കാലം സാധിക്കട്ടെ. അതിനുള്ള ശക്തിയും കഴിവും എല്ലാം സർവശക്തൻ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കഴിഞ്ഞ 13 വർഷമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതു രാഷ്ട്രീയ വക്താക്കളാണ്. പാർട്ടി രൂപീകരിച്ച് ആദ്യ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള മത്സരത്തിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ തീരുമാനിച്ചു. ഒരു അവലോകനം ചെയ്തുകൊണ്ട് ഓരോരുത്തർക്കും പറയാനുള്ളത് പറയാനും അവരിൽ നിന്ന് കേൾക്കാനുള്ളത് കേൾക്കാനുമെല്ലാം നമ്മൾ അതിനുള്ള സന്ദർഭം ഒരുക്കിയിട്ട് ഓരോ വീടുകളിൽ നമ്മൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗൃഹസന്ദർശന പരിപാടി വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പമാണ് നമ്മുടെ ഈ ആഘോഷം നടക്കുന്നത്. മംഗലമേൽക്കാത്ത വിധത്തിൽ ഇതിൻ്റെ ആദ്യാവസാനം വരെ നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണം. നമ്മുടെ കൊച്ചുകുട്ടികളുടെ പരിപാടിയാണ് ഇനി ഇത് കഴിഞ്ഞാൽ നടക്കാനുള്ളത്. മീഡിയ ന്യൂസ്, തിരൂർ.